പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജൈറിന്റെ അറസ്റ്റ് ഈ മുസ്ലിം ലീഗിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമായിട്ട് മാറുമോ? അതെ, തീർച്ചയായിട്ടും അത് മുസ്ലിം ലീഗിനകത്ത് മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയാണല്ലോ ലീഗ്. അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ലീഗ് നേതാവിൻ്റെ, അതും മലപ്പുറം ജില്ലയിലെ താനൂര് പോലെ ഒരു സീറ്റിൽ മത്സരിച്ച് ജസ്റ്റ് കഷ്ടിച്ച് തോറ്റുപോയ ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. താനൂരിനുണ്ട് പ്രാതിനിധ്യം. CH മുഹമ്മദ് കോയ തൊട്ട് E അഹമ്മദ് വരെയുള്ള ദേശീയ നേതാക്കളൊക്കെ മത്സരിച്ചിരുന്ന സീറ്റാണ് താനൂര്. ആ താനൂരിലെ ഏറ്റവും ഒടുവിലത്തെ സ്ഥാനാർത്ഥി PK ഫിറോസാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിൻ്റെ സഹോദരൻ, നേരിട്ടുള്ള സഹോദരൻ പോലും മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുക, ഇത് ഈ കമ്മ്യൂണിറ്റിയുടെ പോക്ക് എങ്ങോട്ടാണ്? കമ്മ്യൂണിറ്റിയുടെ ധാർമ്മികത എന്താണ്? ഈ മതസംഘടനകളൊക്കെ ഇത്രയേറെ പെരുകിയിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചൊക്കെ ഈ നീണ്ട നാവ് കൊണ്ട് സംസാരിക്കാൻ ഒരുപാട് ചാനലുകൾ. അല്ല, ചാനൽ മാത്രമല്ല, ഇതിനിടയ്ക്കാണ് ഇവർ ഒരു നൈറ്റിൽ ഒരു മാർച്ചൊക്കെ നടത്തിയത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മാർച്ച് നടത്തിയിട്ടും ഇതാണ് സ്ഥിതി. മാത്രമല്ല, ഇപ്പോൾ KT ജലീൽ തന്നെ ഒരിക്കൽ ചോദിച്ച ചോദ്യമുണ്ട്, ഈ മദ്രസ അധ്യാപനം, ഞങ്ങൾ അങ്ങനെയാണല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റി ചെറുപ്പത്തിലേ കുട്ടികളെ ധാർമ്മികത പഠിപ്പിക്കുമല്ലോ, ഇത്രയൊക്കെ പഠിപ്പിക്കുന്ന ആയിരക്കണക്കിന് മദ്രസകൾ ഉണ്ടായിട്ടും ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി പലപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസത്തോട് പോലും കലഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കമ്മ്യൂണിറ്റിക്ക് ധാർമ്മികമായി എന്താണ് ഇവർ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അതായത് മയക്കുമരുന്ന് കേസ്, പണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞിരുന്ന, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ഉയർന്നു കേട്ട ഏറ്റവും വലിയ കേസ് കള്ളക്കടത്തായിരുന്നു. അത് രാജ്യത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നു എന്നതാണ് കുറ്റം. ചെറിയ കുറ്റമല്ല, തീർച്ചയായിട്ടും വലിയ കുറ്റം തന്നെ. പക്ഷേ ഇവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നത്, ആലോചിച്ച് നോക്കും. മനുഷ്യന് മരണം വിതക്കുന്ന മയക്കുമരുന്ന് കടത്തിയിട്ട് ലാഭം ഉണ്ടാക്കുക, അതുകൊണ്ട് ജീവിക്കുക. അത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പോലും വീടുകളിൽ അത് പിടിക്കപ്പെടുക. ഇത് കമ്മ്യൂണിറ്റി, എനിക്ക് തോന്നുന്നു PK ഫിറോസ് ഒരു വ്യക്തിയല്ല, മുസ്ലിം ലീഗ് ഒരു പാർട്ടിയല്ല, അതിന് പ്രാതിനിധ്യ സ്വഭാവമുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അംഗീകാരമുള്ള, ഏറ്റവും കൂടുതൽ അധികാരത്തിലിരിക്കുന്ന, കേരളത്തിലാണെങ്കിൽ പോലും അധികാര പദവികൾ ഇത്രയേറെ എത്തിപ്പെട്ടൊരു മുസ്ലിം സംഘടന വേറെ ഇല്ല. അതുകൊണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുക എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിറ്റി, ഞാൻ കൂടി പിറന്ന സമുദായം എവിടെയാണ് ധാർമ്മികമായി എത്തി നിൽക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അത് സമുദായ നേതൃത്വം മറുപടി പറയേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്. മാത്രമല്ല, ഇവർ ദൈവത്തിൻ്റെ പേരിൽ ആണയിട്ടുകൊണ്ട് രാവും പകലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇപ്പോൾ രാജ്യ നിയമങ്ങൾ മാത്രമല്ല ദൈവനീതിയും ബാധകമല്ല എന്ന് വരുന്നു. 3, ഈ പാവങ്ങളായ മനുഷ്യന്മാരെ കൊലക്ക് കൊടുത്തിട്ട് മരണം വിതച്ചിട്ട് അത് വിറ്റിട്ട് ജീവിക്കുക എന്ന് പറയുന്നവൻ്റെ ധാർമ്മിക നിലവാരം എന്താണ്? അവൻ്റെ കുടുംബത്തിൽ ഇതിനോട് ചേർന്ന് വന്നൊരു ആക്ഷേപമുണ്ട്. ആക്ഷേപമായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PK ഫിറോസിന് കാര്യമായി വരുമാനമൊന്നുമില്ല, പക്ഷേ PK ഫിറോസ് വലിയ തോതിൽ സമ്പാദിച്ചിട്ടുണ്ട്. വലിയ വില കൂടിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി വാങ്ങിയിട്ട് അവിടെ വീട് വെച്ചിരിക്കുന്നു എന്നൊക്കെ KT ജലീലിനെ പോലുള്ളവർ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ശരിയാണെന്ന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വസ്തുതകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ PK ഫിറോസിൻ്റെ സഹോദരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകളിൽ ഫിറോസിന് കൂടി പങ്കുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട്. എന്ന് പറഞ്ഞ് ഇവരുടെ വരുമാന മാർഗമായി മയക്കുമരുന്ന് തീരുന്നുണ്ടോ? ചെറിയ ആശങ്കയല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട ആശങ്ക അതാണ്. രണ്ടാമത്തെ ആശങ്ക കൂടി ഇപ്പോൾ ബിജേഷ് ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ കേസിൽ പുറത്തു വന്ന വിവരം എന്താണെന്നറിയോ? PK ഫിറോസിനെതിരെ ഈ ആരോപണം വന്നപ്പോൾ PK ഫിറോസ് അതിന് കൊടുത്ത കൗണ്ടർ അതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ PK ഫിറോസിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സഹോദരനെ തേടി പോലീസ് വരുന്നത് എന്തിനാണെന്നറിയോ? ഈ കേസിൽ ആദ്യം പിടിക്കപ്പെട്ട ഒരു റിയാസ്, ആ റിയാസിൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഇയാളെ തേടി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ വളരെ അടുത്ത കൂട്ടുകാരാണ്. അതുകൊണ്ട് റിയാസിൻ്റെ കച്ചവടത്തിൽ ബുജൈറിന് കൂടി പങ്കുണ്ട് എന്ന് സംശയിച്ചുകൊണ്ടാണ് പോലീസ് വന്നത്. എന്നിട്ട് ഫിറോസ് ആരോപിക്കുന്നത്, ആ റിയാസിനെ CPM നേതാക്കന്മാർ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുപോയില്ലേ എന്നാ. നമ്മൾ ഞെട്ടണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM ആയ റിയാസിന്, CPM അല്ലാതെ ഇപ്പോൾ CPM നേതാക്കന്മാർ ഇറക്കാൻ ചെല്ലില്ലല്ലോ. CPM ആയ റിയാസും ലീഗ് കുടുംബത്തിലെ ബുജൈർ എന്തുമാത്രം ലീഗിൻ്റെ ഭാരവാഹിയൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ലീഗ് കുടുംബത്തിലെ ബുജൈറും മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കാളികളാണ് എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? അതാണ് അവരുടെ രാഷ്ട്രീയം. അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊണ്ട് ജീവിക്കുന്ന, ഇനിയിപ്പോൾ റിയാസ് മാത്രമാണ് മയക്കുമരുന്ന് കടത്തുന്നത്, ഇവർക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ബുജൈറിനെ പോലെ ഒരാൾ, ഇപ്പോൾ ഇസ്ലാമിക ധാർമ്മികത, മുസ്ലിം ലീഗിൻ്റെ ധാർമ്മികത ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഒരാളോട് എങ്ങനെ സൗഹൃദം? അയാളോട് അകലം പാലിക്കണ്ടേ പരമാവധി? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു തരത്തിലും അവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ?
പൊളിറ്റിക്കൽ മാഫിയ എന്ന് പറയുന്ന ഒരു നെക്സസ് പ്രയോഗം ഉണ്ടല്ലോ, അതെ. അത് നമ്മൾ വിചാരിക്കുന്നത് രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾ, അഴിമതിയിൽ, അല്ലെങ്കിൽ പങ്ക് കച്ചവടത്തിൽ, വിദേശത്തെ നിക്ഷേപത്തിൽ, ഇതിലൊക്കെയാണ്. മാത്രമല്ല ഈ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയും കുറ്റവാളികളെ രക്ഷിക്കാനുള്ള നെക്സസ്. ഇപ്പോൾ UDF-ൽ ഒരു നേതാവ് പിടിക്കപ്പെട്ടാൽ LDF ഭരിക്കുമ്പോൾ അവിടുത്തെ വലിയ നേതാക്കന്മാർ വന്ന് രക്ഷപ്പെടുത്തും. ഇതുപോലെ തിരിച്ചും. അപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള നെക്സസ്, രാഷ്ട്രീയത്തിന് അതീതമായ മാഫിയ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് മയക്കുമരുന്ന് കച്ചവടത്തിലും കൂടി ബാധകമാണെങ്കിലോ? ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട് അത്രേ പലയിടത്തും. അങ്ങനെ കേട്ടിട്ടുണ്ട്. ഉണ്ട് പലയിടത്തും. വിദേശത്ത് പ്രത്യേകിച്ചും നിക്ഷേപം ഇറക്കുന്നതിൽ, പല സഹകരണ ബാങ്കുകളിലും അഴിമതി പണം നിക്ഷേപിക്കുന്നതിൽ ഒക്കെ ഇവർ ഒരുമിച്ചാണ്. പ്രധാനപ്പെട്ട എൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്നൊരു ആരോപണം വന്നത് വിജയ് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഈ AR നഗർ സർവീസ് ബാങ്ക് അവിടെ ഒരു ഇഷ്യൂ ആണ്. 100% മുസ്ലിം ലീഗ് മെമ്പർമാരും മുസ്ലിം ലീഗ് ഡയറക്ടർ ബോർഡും ഉള്ളെടുത്താ. എന്താ ആരോപണം? അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയിട്ട് CPM-കാരനെ വെച്ചു. അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ വേറെയാണത്രേ. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അവിടെ നിക്ഷേപമുണ്ട്. സഹകരണ ബാങ്കാണെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഈ തരത്തിലുള്ള നെക്സസിൻ്റെ കാലത്ത് മയക്കുമരുന്ന് ഒരു ആലോചിച്ച് നോക്കൂ, നാർക്കോട്ടിക് നെക്സസ്, പൊളിറ്റിക്കൽ നെക്സസിന് പകരം നാർക്കോട്ടിക് നെക്സസ് എന്ന പ്രയോഗം കൂടി രംഗത്ത് വരികയാണ്. ഇതും വെളിച്ചത്ത് വരുന്നൊരു കാര്യമാണ്. ഈ സമയത്ത് ഇതിനിടയിൽ ഇതിനെ ചെറുക്കേണ്ടത് ആരാ? സത്യത്തിൽ ചെറുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ PK ഫിറോസിൻ്റെ പേരിൽ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ ചെറുക്കേണ്ടത് ആരാണ്? രംഗത്ത് വരേണ്ടത് ആരാണ്? ഇടതുപക്ഷം അല്ല, ഒന്ന് മുസ്ലിം ലീഗിനെ തടയാൻ പറ്റണം. ഇനി മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി നേരിടേണ്ടത് ആരാ? ഇടതുപക്ഷമാണ്. എന്താണാവോ ഇടതുപക്ഷം ഇതിൽ വേണ്ടത്ര സജീവമായി പ്രസ്താവന പോലും വരാത്തത്? ആകെ പ്രസ്താവിക്കുന്ന KT ജലീല. KT ജലീലിന്റെ പ്രസ്താവനക്ക് ബിനീഷ് കോടിയേരി. എന്താ കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും ഇരകളായതാണ്. അത് വ്യക്തിപരമായ ഇരകളായതാണല്ലോ. ബിനീഷ് കോടിയേരി പറയുന്നത് പിന്നെ എന്നെ ഇരയാക്കി ഒരു വർഷത്തോളം ബിനീഷ് കോടിയേരി ജയിലിൽ കിടത്തിയത് നിങ്ങളല്ലേ, രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത് നിങ്ങളല്ലേ എന്നാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു PK ഫിറോസ് അല്ല ആരോപണം ഉന്നയിച്ചെന്ന് തോന്നുന്നു. മറ്റു പലരും അത് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായിരുന്നാലും PK ഫിറോസ് പക്ഷേ ജലീലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ജലീലിനെതിരെ ഉപയോഗിച്ച ആരോപണം ഇപ്പൊ പൊളിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ജലീൽ എന്താ ചെയ്തത്? ജലീൽ ഭരണാധികാരി എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ സ്വന്തം അനിയനെ, സ്വന്തം പിന്നെ കുടുംബത്തിലെ ഒരു അനിയനെ ഈ ന്യൂനപക്ഷ ക്ഷേമ കമ്മീഷന്റെ MD ആയി നിയമിക്കുകയല്ലേ ചെയ്തത്? ആ നിയമനമാണല്ലോ തെറ്റായ രാഷ്ട്രീയ നിയമനം, സ്വജനപക്ഷപാതം, അതാണല്ലോ ആരോപണം. എന്നിട്ട് ആ അദീബ് എന്നാണ് മറ്റോ അവൻ്റെ പേര് അല്ലേ, KT അദീബ്, അവനെ നിങ്ങൾ പിന്നെ പറഞ്ഞയച്ചില്ലേ, അവനെ പിരിച്ചുവിടേണ്ടി വന്നില്ലേ? അതൊക്കെ ജലീൽ ആരോടാ പറയേണ്ടത്? ഇതാരെ ബോധ്യപ്പെടുത്താനാണ് ജലീലിന് കഴിയാതെ പോയത്? അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറയാൻ പാടില്ല. സത്യത്തിൽ ഇത് പിണറായി വിജയനെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടല്ലേ ജലീലിനെ അവനെ പിരിച്ചയക്കേണ്ടി വന്നത്, രാജിവെക്കേണ്ടി വന്നത്. ഇനി മാത്രമല്ല CPM KT ജലീലിനെ പ്രൊട്ടക്ട് ചെയ്യാത്തതിൻ്റെ ഫലമല്ലേ അദ്ദേഹം രണ്ട് പരാജയം. ഒന്ന്, അദ്ദേഹം പഞ്ചായത്ത് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു, അവിടുന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു, വകുപ്പ് മാറ്റി. രണ്ടാമത്, അടുത്ത മന്ത്രിസഭയിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണ കോലാഹലത്തിൽ പെട്ടുപോയിട്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നതെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാക്കണ്ടേ? അപ്പോൾ CPM ആണ് ജലീലിനെ പ്രൊട്ടക്ട് ചെയ്യാതിരുന്നത്. CPM ജലീലിനെ പ്രൊട്ടക്ട് ചെയ്യാതിരുന്നതിന് ഇപ്പോൾ ഫിറോസിനെതിരെ ഉന്നയിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഫിറോസ് പക്ഷേ ഒന്നാമത് രാഷ്ട്രീയ പദവികളൊന്നും വഹിക്കുന്നില്ല, മീൻസ് അധികാര പദവികളൊന്നും വഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനിയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു ക്രിമിനൽ കേസിൽ പെട്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ചെറിയ കേസല്ല. അതുപോലും ഉന്നയിക്കാൻ പറ്റാത്ത വിധം CPM ഇതിൽ പെട്ടുപോകുന്നു. കാരണം അപ്പുറത്ത് ഇവൻ്റെ പങ്കാളിയായ ഒരാൾ CPM ആണെന്നും പറയുന്നു. ഇങ്ങനെ ഗുരുതരമായ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഈ ബുജൈറിൻ്റെ മയക്കുമരുന്ന് കേസ് രംഗത്ത് വരികയാണ്. ഒരുപാട് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് മലയാളിയുടെ കണ്ണ് തുറപ്പിക്കാൻ ഈ കേസ് പര്യാപ്തമാണ് എന്ന് വേണം ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാൻ. എനിക്ക് ഒരു കാര്യം തീർത്ത് ഞാൻ പറയട്ടെ, അതിനപ്പുറത്തേക്ക് ഈ കേസ് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. കാരണം നെക്സസ് ഈസ് നെക്സസ് ഓൾവേസ്. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഓക്കെ, ഓഫ് കോഴ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.